ഇന്ത്യൻ സമയം പുലർച്ചെ 2 മണിയോടെ അമേരിക്കൻ സംസ്ഥാനമായ അലാസ്കയുടെ തീരത്ത് അനുഭവപ്പെട്ട അതിശക്തമായ ഭൂചലനം ആശങ്കയുടെ നിമിഷങ്ങൾ സമ്മാനിച്ച് കടന്നുപോയി. റിക്ടർ സ്കെയിലിൽ 7.3 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം അലാസ്കയുടെ തെക്കൻ തീരപ്രദേശങ്ങളെയും സമീപ ദ്വീപുകളെയും പിടിച്ചുലച്ചെങ്കിലും കാര്യമായ ജീവനാശമോ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളോ ഇല്ലാതെ സ്ഥിതിഗതികൾ ശാന്തമായിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ സമുദ്ര അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ പുറപ്പെടുവിച്ച സുനാമി മുന്നറിയിപ്പ് പിന്നീട് പിൻവലിച്ചത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം അലാസ്കയിലെ ദ്വീപ് നഗരമായ ഡാൻസ് പോയിന്റിൽ നിന്ന് ഏകദേശം 87 കിലോമീറ്റർ തെക്ക് മാറിയാണ് US ജിയോളജിക്കൽ സർവേ സ്ഥിരീകരിച്ചു. താരതമ്യേന ആഴം കുറഞ്ഞ ഈ ഭൂചലനം തീരപ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള കുലുക്കം സൃഷ്ടിച്ചു. ഭൂചലനത്തെ തുടർന്ന് ഉടൻ തന്നെ ഡാൻസ് പോയിന്റിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു. ഇത് സുനാമി ഭീഷണി മുൻനിർത്തിയായിരുന്നു. അലാസ്ക തീരപ്രദേശങ്ങളിലെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാരണം ഇത്തരം ഭൂകമ്പങ്ങൾ പലപ്പോഴും വലിയ തിരമാലകൾക്ക് കാരണമാകാറുണ്ട്. എന്നാൽ ഈ തവണ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചു എന്ന് വേണം പറയാൻ. ഭൂചലനം നടന്ന ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സമുദ്രത്തിലെ തിരമാലകളുടെ സ്വഭാവം നിരീക്ഷിച്ച ശേഷം NOAA സുനാമി മുന്നറിയിപ്പിൽ പിൻവലിച്ചു. ഇത് തീരദേശവാസികൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയത്. പ്രാദേശിക സമയം രാവിലെ ആയപ്പോഴേക്കും ജനങ്ങൾ വീടുകളിലേക്കും സാധാരണ ജീവിതത്തിലേക്കും മടങ്ങിയെത്തി തുടങ്ങി. എങ്കിലും ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട ഈ ആശങ്ക പലരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ സംഭവിച്ച ഈ ദുരന്തം നിരവധി പേരെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർത്തി. ചിലയിടങ്ങളിൽ വൈദ്യുതി ബന്ധം ബന്ധപ്പെട്ടെങ്കിലും അത് അതിവേഗം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം വലിയ തോതിലുള്ള കെട്ടിടങ്ങൾക്ക് കേടുപാടുകളോ റോഡുകൾക്ക് വിള്ളലുകളോ സംഭവിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ചില വീടുകളുടെ ചുവരുകളിൽ ചെറിയ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വീട്ടുപകരണങ്ങൾ താഴെ വീഴുകയും ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അധികൃതർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. പ്രാദേശിക ഭരണകൂടം, ദുരന്ത നിവാരണ സേനാംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ചേർന്നുള്ള സംഘങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാനും നാശനഷ്ടങ്ങൾ വിലയിരുത്താനും രംഗത്തുണ്ട്. അലാസ്കയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കണക്കിലെടുക്കുമ്പോൾ ഇത്തരം ഭൂകമ്പങ്ങൾ അസാധാരണമല്ല. പസഫിക് റിംഗ് ഓഫ് ഫയറിന്റെ ഭാഗമായതിനാൽ ഇവിടെ നിരന്തര ഭൂചലനങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഓരോ തവണയും അതിന്റെ തീവ്രതയും പ്രഭവ കേന്ദ്രവും സുനാമി ഭീഷണിയും ആശങ്കകൾക്ക് വഴിവെക്കാറുണ്ട്. മുൻകാലങ്ങളിൽ അലാസ്കയിൽ വലിയ ഭൂകമ്പങ്ങളും അതിനെ തുടർന്ന് സുനാമികളും ഉണ്ടായിട്ടുണ്ട്. 1964 ഉണ്ടായ 9.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം വടക്കേ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂകമ്പമായിരുന്നു. അത് വലിയ നാശനഷ്ടങ്ങൾ വരുത്തി വെക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തവണ കാര്യമായ ദുരന്തങ്ങൾ ഒഴിവായത് ഭാഗ്യമായി കണക്കാക്കുന്നു. സുനാമി ഭീഷണി ഒഴിഞ്ഞതോടെ ഡാൻസ് പോയിന്റിലും സമീപ പ്രദേശങ്ങളിലും ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തി തുടങ്ങിയിട്ടുണ്ട്. കടകളും സ്ഥാപനങ്ങളും വീണ്ടും തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങി. സ്കൂളുകളും മറ്റു സ്ഥാപനങ്ങളും തുറക്കുന്നതിനെക്കുറിച്ച് പ്രാദേശിക അധികാരികൾ ഉടൻ തീരുമാനമെടുക്കും. ഭൂകമ്പാനന്തരം ഉണ്ടാകുന്ന തുടർചലനങ്ങൾ സംബന്ധിച്ച് ജാഗ്രത പാലിക്കാൻ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചെറിയ തോതിലുള്ള തുടർചലനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും വലിയ ഭീഷണി ഉയർത്തിയില്ലെന്നും വിദഗ്ധർ അറിയിച്ചു. അലാസ്കയിലെ ഈ ഭൂചലനം ഒരിക്കൽ കൂടി പ്രകൃതിയുടെ ശക്തിയെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ അതിനെ നേരിടാനുള്ള മനുഷ്യന്റെ തയ്യാറെടുപ്പുകളും സാങ്കേതിക മുന്നേറ്റങ്ങളും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എത്രത്തോളം പ്രധാനമാണെന്നും ഈ സംഭവവും അടിവരയിടുന്നു. വേഗത്തിലുള്ള സുനാമി മുന്നറിയിപ്പും ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനുള്ള കൃത്യമായ നടപടികളും ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ വലിയ പങ്ക് വഹിച്ചു. പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ലോകം കൂടുതൽ സജ്ജമാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇത്തരം സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്.